ലയമോടെ ലയമോടെ ദർശനം നൽകണേ മിശിഹായേ എന്നും പരിശുദ്ധനായവൻ നീയേ പരാ ദർശനം നൽകണേ മിശിഹായേ എന്നും പരിശുദ്ധനായവൻ നീയേ പരാ പാപമുലകില്ലൻ വാസം ചിരം യേശു തുണ തന്നെ ജീവഫലം പാപമുലകില്ലൻ വാസം ചിരം യേശു തുണ തന്നെ ജീവഫലം വീരോടും ഗർവോടും ധനമോടും വാണാലും സ്നേഹമോടെ എന്നും എന്നെ കാക്കും തിരുസുതനേ ദർശനം നൽകണേ മിശിഹായേ എന്നും പരിശുദ്ധനായവൻ നീയേ പരാ. Thank you. Congratulations. You did a good job. Thank you very much. I'm much honored. അടുത്തതായിട്ട് ആശംസാ പ്രസംഗം പറയാനായിട്ട് റവർ ഫാദർ സ്റ്റീഫൻ കണിപ്പള്ളി അച്ഛനെ ക്ഷണിച്ചുകൊള്ളുന്നു. പഴയ നിയമത്തില് പ്രഭാഷകന്റെ ഗ്രന്ഥത്തില് ഒരു വാക്കുണ്ട്, അറിയാൻ മേലെങ്കിൽ വാ പൊളിക്കരുതെന്ന്. അറിയാൻ മേലെങ്കിൽ വാ തുറക്കരുതെന്ന്. അത് ഞാൻ എന്നെ പറ്റി പറഞ്ഞതാണ്. കാരണം റോയി എന്നോട് പറഞ്ഞു, പിതാവ് വരുന്നുണ്ട്, അപ്പം അച്ഛന് ഒരു ആശംസ പറയാനായിട്ട് വരണം എന്ന്. അപ്പം ഈ ഇന്ത്യൻ കാത്തോലിക് അസോസിയേഷൻ എന്നുള്ളത് ഞാൻ ഇതിനു മുമ്പ് കണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ഓണത്തിന്. അന്നൊരു ബോർഡ് ഇവിടെ കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം ഇതാണ്, ഇതിൻ്റെ ലെഗസിയെ പറ്റി ഞാൻ കാര്യമായിട്ട് ഇതിനു മുമ്പ് അറിഞ്ഞിട്ടില്ല. ഇതിൻ്റെ വളർച്ചയെപ്പറ്റി എനിക്ക് കാര്യമായിട്ടുള്ള അറിവുകൾ ഒരു വലിയ സംസാരത്തിന് എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ ഒറ്റ ആഗ്രഹം, ആശംസ, ഇതിൻ്റെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന റോയിക്ക് ഇതിനെ നേർരേഖയിലേക്ക്, നേർദിശയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഈശ്വര അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിമന്യ ജോയ് പിതാവ് വളരെ കൃത്യമായിട്ട് ഈ ഇന്ത്യൻ കാത്തലിക് അസോസിയേഷൻ്റെ നിലപാടുകളെ പറ്റി സംസാരിച്ചു. അത് സഭയുടെ മണ്ണിൽ പാദം ഉറപ്പിച്ച് ഇതിനെ വളർത്തിയെടുക്കേണ്ട ദിശകൾ എങ്ങോട്ടേക്ക് എന്നുള്ളത് അഭിമന്യ പിതാവ് കൃത്യമായിട്ട് പറഞ്ഞു. ഇനി അതിൻ്റെ മുകളിൽ ഞാനൊന്നും പറയാനില്ല. എന്നാൽ ഒരു കാര്യം, ഈ കാലഘട്ടത്തിന് ഒരർത്ഥത്തിൽ ഇന്ത്യൻ കാത്തലിക് അസോസിയേഷനെ പോലുള്ള സംഘടനകൾ സഭയ്ക്ക് ആവശ്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട റോയ്, ഈ രണ്ടാം വരവ് അനുഗ്രഹപ്രദമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും സ്നേഹവും ആശംസയും അർപ്പിക്കുന്നു. എല്ലാവർക്കും ഈ മുൻപോട്ടുള്ള യാത്രയ്ക്ക് വിജയങ്ങൾ നേരുന്നു. ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. അടുത്തതായിട്ട് ആശംസാ പ്രസംഗത്തിന് വേണ്ടിയിട്ട് എനിക്ക് ക്ഷണിക്കാനുള്ളത് ന്യൂയോർക്ക് സ്റ്റേറ്റിലെ ആദ്യത്തെ വനിതാ ലെജിസ്ലേറ്ററും 5ാം തവണയും ലെജിസ്ലേറ്ററായും വൈസ് ചെയറായും തിരഞ്ഞെടുക്കപ്പെട്ട ഓണറബിൾ ഡോക്ടർ ആനി പോളിനെ ആശംസാ പ്രസംഗത്തിന് വേണ്ടി ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. Okay, I'm so honored to be here today. And this ഇങ്ങനെ ഒരു ആഘോഷം, ഇനാഗുറേഷൻ സെറമണിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. എന്നെ ക്ഷണിച്ചതിൽ വളരെയധികം നന്ദി. I have a proclamation from the county, a day in recognition of the India Catholic Association of America Inc. and 2025 committee inauguration handing over ceremony to this day, where the county legislature acting on behalf of its citizens and residents seeks to pay public tribute to all that have contributed to the betterment of the quality of life for the Rocklanders.
Then I will read the last paragraph. Okay. Whereas today we join with Chief Guest Bishop Mar Joey Alapat, co-celebrants Reverend Father Stephen Kanipalil, and my Honorable Dr. Henry Paul, as well as President of the Association Roy Anthony, in celebrating the 2025 committee inauguration and handing over ceremony of the India Catholic Association of America. So now, therefore, Jay Hood, Chairman of the Rockland County Legislature, on behalf of the entire legislature, proclaim today, February 22nd, as the India Catholic Association of America Day in County of Rockland. Signed by the Chair. സ്വർണ്ണഗോപുര നർത്തകീ ശില്പം കണ്ണിനു സായുജ്യം നിൻ രൂപം. സ്വർണ്ണഗോപുര നർത്തകീ ശില്പം കണ്ണിനു സായുജ്യം നിൻ രൂപം. ഏതൊരു കോവിലും ദേവതയാക്കും, ഏതൊരു കോവിലും ദേവതയാക്കും. ഏതു പൂജാരിയും പൂജിക്കും നിന്നെ, ഏതു പൂജാരിയും പൂജിക്കും. സ്വർണ്ണഗോപുര നർത്തകീ ശില്പം കണ്ണിനു സായുജ്യം നിൻ രൂപം. ആശംസാ പ്രസംഗത്തിന് വേണ്ടി ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാൻ ശ്രീ ലിജോ ജോണിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്ത്യ കാത്തലിക് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ചെയ്തത്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഇന്ത്യ കാത്തലിക് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു ആത്മീയ ആചാര്യനായ നമ്മുടെ ജോസച്ചൻ്റെ ഓർമ്മ കുർബാന നടത്തുകയും അവൻ്റെ പിതാവ് കുർബാന നടത്തുകയും ചെയ്തു. നമ്മളതിൻ്റെ ഓർമ്മ ദിവസവുമായി നമ്മൾ ആചരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ്റെ 46-ാം വർഷത്തെ പ്രവർത്തന ഉദ്ഘാടനവും അതിൻ്റെ ഹാനിങ് ഓവർ സെറമണിയും അങ്ങനെ കഴിഞ്ഞിരിക്കുന്നു. ഇതിന് നമുക്ക് ഇന്ന് ലഭിച്ച നമ്മുടെ ചീഫ് ഗസ്റ്റ് എന്തുകൊണ്ടും ഏറ്റവും യോഗ്യനായ വ്യക്തിത്വത്തിന് ഉടമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ജോസച്ചനുമായും ഇന്ത്യ കാത്തലിക് അസോസിയേഷനുമായും വ്യക്തിപരമായ വളരെ വർഷങ്ങളുടെ അടുപ്പമുള്ള ഒരു വ്യക്തിയെ തന്നെ നമുക്ക് ഇന്ത്യ കാത്തലിക് അസോസിയേഷന് ഇന്നത്തെ ഈ 46-ാമത്തെ ഇനാഗുറേഷന് ലഭിച്ചത് ദൈവനിശ്ചയമാണ്, ദൈവകൃപയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് 46-ാം വർഷം. ഞാനൊക്കെ ജനിക്കുന്നതിന് മുന്നേ ഇതിൻ്റെ പൂർവ്വപിതാക്കന്മാർ രൂപം കൊടുത്ത ഈ കാത്തലിക് വിശ്വാസം അന്നത്തെ ഇവിടുത്തെ ജനങ്ങൾക്കും ഇനി വരുന്ന തലമുറയ്ക്കും പകർന്നു കൊടുക്കുവാൻ വേണ്ടി രൂപീകരിച്ച ഈ പ്രസ്ഥാനം 46-ാം വർഷത്തിലും പടുവർഷം പോലെ ഇവിടെ നിൽക്കുന്നതുണ്ടെങ്കിൽ അത് ദൈവകൃപയും നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസത്തിൻ്റെയുള്ള കെട്ടുറപ്പും കൊണ്ട് മാത്രമാണ്. ഈ വിശ്വാസം നമ്മൾ വരുന്ന തലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. വിശ്വാസവും കൗദാശകളും നമ്മുടെ സഭയും അൽമായരും രൂപീകരിച്ചതിന് ശേഷം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളുടെ ലേമാൻ ഓർഗനൈസേഷൻ നമ്മൾ ചാരിറ്റിയിലൂടെയും അന്യൻ്റെ വിഷമങ്ങളിൽ കണ്ണീരൊപ്പിയും നമ്മൾ സ്നേഹവും സഹനവും അന്യൻ്റെ വിഷമങ്ങളിൽ പങ്കുവച്ചും നമ്മുടെ രീതിയിലുള്ള വിശ്വാസം നമ്മൾ പ്രകടിപ്പിക്കുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട ബിഷപ്പ് കഴിഞ്ഞ ദിവസം പറഞ്ഞതു, ഈ വിശ്വാസവും ഈ കൂട്ടായ്മയും ഒരിക്കലും നിർത്തരുത്, ഈ അസോസിയേഷനെ ഒരിക്കലും താഴത്തേക്ക് നിങ്ങൾ കൊണ്ടുവരരുത്, ഇതിനെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരണം. ഉറപ്പായിട്ടും പിതാവേ, നമുക്ക് ചെറുപ്പത്തിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് കിട്ടിയ വിശ്വാസവും അതിനുശേഷം പള്ളിയിൽ നിന്നും മിഷൻ ലീഗ് യുവജന സംഘടനയെ KCYM അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഘടനകളിൽ നിന്നും കിട്ടിയ വിശ്വാസം നമ്മൾ മുറുകെ പിടിച്ച് ആ വിശ്വാസത്തിൽ ഊന്നിക്കൊണ്ട് ചാരിറ്റി, പരസ്പര സ്നേഹം, സഹകരണം എന്നുള്ള മുദ്രാവാക്യം പിടിച്ചുകൊണ്ട് ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ ഇനിയും ഈ സമൂഹത്തിനും
നമ്മുടെ കാത്തലിക് എന്ന വലിയൊരു തറവാടിലെ അംഗങ്ങൾക്ക് വേണ്ടി ഈ ഒരു കൂട്ടായ്മ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ ഈ നിമിഷം ഉറപ്പ് നൽകുന്നു. അതോടൊപ്പം തന്നെ ഈ വർഷം 46-ാം വർഷത്തെ പ്രസിഡൻ്റായി നമ്മുടെ ഇവിടെ സ്ഥാനമേറ്റ നമ്മുടെ റോയിക്കും ആ ടീമിനുമുള്ള ബോർഡ് ഓഫ് ട്രസ്റ്റിയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും ഞങ്ങളുടെ സപ്പോർട്ടും ബോർഡ് ട്രസ്റ്റി ചെയർമാൻ എന്ന നിലയിൽ ഈ നിമിഷം നിർത്തിക്കൊണ്ട് എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ക്രിസ്ത്യൻ കൂട്ടായ്മയായ ഇന്ത്യൻ കാത്തലിക് അസോസിയേഷന് ചാരിറ്റിയിലൂടെ പുതിയ മുഖവും ദിശാബോധവും നൽകിയ പ്രസിഡന്റായിരുന്നു ശ്രീ പോൾ ജോസ്. സാമൂഹിക സാംസ്കാരിക നേതൃത്വ രംഗങ്ങളിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്ന ശ്രീ പോൾ ജോസ് കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ്റെ ട്രസ്റ്റി ചെയർമാനായിരുന്നു. ക്രിസ്തീയ വിശ്വാസത്തിലൂന്നി സംഘടനയെ ധീരമായി നയിച്ച ശ്രീ പോൾ ജോസിനെ ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ ഓഫ് അമേരിക്കയുടെ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ഏറെ സ്നേഹത്തോടെ സഹർഷം ക്ഷണിച്ചുകൊള്ളുന്നു. ക്ഷണം സ്വീകരിച്ചുകൂടെ എത്തിയിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ്റെ നേതാക്കന്മാരെ, പ്രിയ സുഹൃത്തുക്കളെ, നന്ദിയുടെ ഒരു വാക്ക് പറയുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലം ഈ സംഘടനയിൽ പ്രവർത്തിച്ച് ഇതിൻ്റെ പ്രവൃത്തിയിലും പ്രവർത്തനത്തിലും സുഖത്തിലും സന്തോഷത്തിലും നമ്മൾ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് ഇന്നിപ്പോൾ പടിയിറങ്ങുമ്പോൾ തികച്ചും ആത്മനിർവൃതിയോടുകൂടിയാണ്. ഇതിൻ്റെ മെമ്പർ മുതൽ ജോയിൻറ്റ് സെക്രട്ടറി, അതുപോലെ തന്നെ ട്രഷറർ, ഇതിൻ്റെ അധ്യക്ഷ പദം, തുടർന്ന് കഴിഞ്ഞ 5 വർഷക്കാലം ട്രസ്റ്റി ബോർഡ് മെമ്പർ, ചെയർമാൻ സ്ഥാനം, ഇതൊക്കെയും വഹിച്ച് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുമ്പോൾ നിങ്ങൾ തന്ന സ്നേഹം, നിങ്ങൾ തന്ന ആദരവ്, എല്ലാത്തിനും ഫ്രം ദി ബോട്ടം ഓഫ് ദി ഹേർട്ട്, ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും നന്ദിയുടെ പൂച്ചെണ്ട് ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. 2019 ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനം ഞാൻ ഏറ്റെടുക്കുമ്പോൾ എന്നോടൊപ്പം ജനറൽ സെക്രട്ടറി ആയിട്ട് ശ്രീ ആൻഡ്രൂ വർക്കിയും ട്രഷററായിട്ട് മിസ്റ്റർ ജോർജ് കുട്ടിയും ഞങ്ങൾ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് അന്ന് നമ്മുടെ കേരളത്തിലെ നിർദ്ധനായ ഒരു കുടുംബത്തിന് വീട് വെച്ച് നൽകുകയും അതിനുശേഷം കാലാകാലങ്ങളിൽ വരുന്ന നേതൃത്വം, ബഹുമാനപ്പെട്ട പിതാവ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ, ചാരിറ്റി മാത്രമല്ല, നമ്മുടെ ഈ ഒരു കുടുംബ കൂട്ടായ്മ, എനിക്ക് തോന്നുന്നു പിക്നിക്ക്, ഈസ്റ്റർ, അതുപോലെ തന്നെ സെൻറ് തോമസ് ഡേ ഒക്കെയും ആഘോഷിച്ച് നമ്മൾ ഓരോ വർഷങ്ങളും പിരിയുന്നുമുണ്ട്. തുടർന്നും ഈ പ്രസ്ഥാനത്തിൻ്റെ ഓരോ പ്രവർത്തനത്തിലും പ്രവൃത്തിയിലും ഒരു മെമ്പറായിട്ട് നിന്നുകൊണ്ട് നമുക്ക് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാം. നിങ്ങൾ തന്ന സ്നേഹത്തിന്, ഈ ആദരവിന് ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. നിങ്ങൾ എനിക്ക് തന്ന ഈ നന്ദിക്ക് തിരിച്ച് കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മോടൊത്ത് പ്രവർത്തിച്ച് ഭരണ മികവ് കാട്ടിയ നമ്മുടെ ശ്രീ റോയ് ആന്റണി ഇപ്പോൾ നമ്മുടെ ഇവിടെ കൂടെയുണ്ട്. അദ്ദേഹത്തെ നമുക്ക് ആദരിക്കുക എന്നൊരു കടമ ഈ നമുക്ക് ഏവർക്കും ഉള്ളതാണ്. ഈ ട്രസ്റ്റ് ബോർഡിൻ്റെ പേരിൽ അദ്ദേഹത്തെ ആദരിക്കുവാനായിട്ട് അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. അടുത്തായി ഷൈജു കളത്തിൽ. ഷൈജു. ശരണം തേടുന്നു
ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. നമ്മളിന്ന് ഇവിടുത്തെ ഈ പ്രോഗ്രാം ആരംഭിച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട കണ്ടത്തിക്കുടി അച്ഛൻ്റെ ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ്, അനുസ്മരണ കുർബാനയോട് കൂടിയിട്ടാണ്. അതിന് കാരണം പിതാവ് അച്ഛൻ ഇവിടേക്ക് പറഞ്ഞു വിടുമ്പോൾ, ന്യൂയോർക്കിലേക്ക് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടി പറഞ്ഞു വിടുമ്പോൾ, അദ്ദേഹം ആദ്യം തുടങ്ങിയിട്ടുള്ളത് തന്നെ ഈ റോക്ക്ലാൻഡ് കൗണ്ടിയിലായിരുന്നു. ആ ആരംഭത്തിൽ നിന്ന് നിങ്ങൾ ഓരോരുത്തരും ഈ ന്യൂയോർക്കിലുള്ള ഏത് ലീഡർ, ഇന്നിപ്പോൾ ഈ സ്റ്റേജിൽ വന്നിട്ടുള്ള ഓരോ ആൾക്കാരുടെയും അവരുടെ ഡെവലപ്മെന്റിന്, അവരുടെ ലീഡർഷിപ്പിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരും നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അച്ഛൻ്റെ ഒരു കൈ പിടിച്ചിട്ടാണ് നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവുക. എനിക്കും വ്യക്തിപരമായിട്ട് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പള്ളിയുടെ ലീഡർഷിപ്പിലേക്ക് വന്നതിനകത്താണെങ്കിലും എന്നെ സഹായിച്ചിട്ടുള്ളതും എല്ലാം കണ്ടത്തിക്കുടി അച്ഛനായിരുന്നു. ആ അച്ഛൻ്റെ സ്നേഹം നമുക്ക് ഓർക്കുമ്പോൾ ഇവിടെ അച്ഛൻ്റെ ഒരു ഫോട്ടോ അനാച്ഛാദനം ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും ഉചിതമായ ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് ആ ഫോട്ടോ അനാച്ഛാദനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അഭിവന്യ പിതാവിനെ ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ അത് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റീഫൻ അച്ഛനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഫാദർ ജോസ് കണ്ടത്തിക്കുടി അച്ഛൻ്റെ ഫോട്ടോയാണ് പിതാവ് അനാച്ഛാദനം ചെയ്തിരിക്കുന്നത്. താങ്ക് യു പിതാവേ, താങ്ക് യു സ്റ്റീഫൻ അച്ഛ. പരിപാടിയും കൂടെ ഉണ്ട്. ഈസ്റ്റർ കിക്ക് ഓഫ് ആണ്. മാർ ജോയി ആലിപ്പാട്ട് പിതാവിൽ നിന്ന് ഈസ്റ്റർ ടിക്കറ്റ് കിക്ക് ഓഫിന് വേണ്ടിയിട്ട് KJ ഗ്രിഗറി അങ്കിളിനെയും ശ്രീ ജോസഫ് കാഞ്ഞമലയെയും ക്ഷണിച്ചുകൊള്ളുന്നു ടിക്കറ്റ് ഏറ്റുവാങ്ങുന്നതിന്. വലിയൊരു ചെക്കാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഗ്രിഗറി അങ്കിളെ. ഇന്ത്യ കാത്തലിക് അസോസിയേഷനെ സഹായിക്കുന്നതിൽ, കൈയഴിഞ്ഞ് സഹായിക്കുന്നതിലുള്ള നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു ഗ്രിഗറി അങ്കിൾ. ഗ്രിഗറി അങ്കിള് എല്ലാ വർഷവും ഇന്ത്യ കാത്തലിക് അസോസിയേഷനെ കൈയഴിഞ്ഞ് സഹായിക്കുന്ന ഞങ്ങളുടെ ഒരു പയനിയർ ലീഡറാണ്. വീണ്ടും അദ്ദേഹം ബോർഡ് ഓഫ് ട്രസ്റ്റിയിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്രാവശ്യം വീണ്ടും. എന്നിരുന്നാലും അദ്ദേഹം എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു അദ്ദേഹം ഒരു സംഭാവന, ഒരു പ്രവർത്തന ഫണ്ട് തരുമെന്ന്. ഞാൻ പ്രതീക്ഷയിൽ കൂടുതലായിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞതിനേക്കാൾ കൂടുതലായിട്ട് ഒരു തുകയാണ് തന്നിരിക്കുന്നത്. $525 അദ്ദേഹം ഞങ്ങൾക്ക് ഈ വർഷത്തെ പ്രവർത്തനത്തിലായി തന്നിരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ സീറോ മലബാർ രൂപതയുടെ നേതൃത്വത്തിൽ അടുത്ത മെയ് മാസം 23, 24, 25 ദിവസങ്ങളിൽ നമ്മൾ സോമർസെറ്റ് ഇടവകയുടെ പള്ളിയിൽ വെച്ച് ഒരു യൂക്കറിസ്റ്റിക് കോൺഗ്രസ് നടത്തപ്പെടുന്നുണ്ട്. അതിലേക്ക് നിങ്ങളെല്ലാവരുടെയും വരണമെന്ന് ഞാൻ പ്രത്യേകമായിട്ട് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളെ ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു.